അമേരിക്കയുടെ ഉറപ്പോടുകൂടി ഇസ്രായേലും പലസ്തീനും വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ പുതിയ ജൂതരാഷ്ട്രം വരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലും പാലസ്തീനുമായിട്ട് കുറച്ച് നാളായി നിൽക്കുന്ന സംഘർഷാവസ്ഥ അത് ഏതാണ്ട് മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇതിനിടയിലാണ് വെടിനിർത്തൽ വേണമെന്ന് ഹമാസ് തന്നെ ആവശ്യപ്പെട്ടു. ഇപ്പം അമേരിക്ക ഒരു മധ്യസ്ഥൻ്റെ റോൾ എടുത്തുകൊണ്ട് ഇരു രാജ്യങ്ങളോടും പറയുന്നു വെടിനിർത്തൽ വേണം. അങ്ങനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഞങ്ങൾ വെടിനിർത്തൽ കരാറിനോട് യോജിക്കുന്നു, ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ്, 60 ദിവസത്തേക്കാണ് വെടിനിർത്തുന്നത്. ഈ സമയത്ത് ഇസ്രായേലിൻ്റെ 10 ബന്ദികളെ വിട്ടു നൽകണം. അത് 2 ഘട്ടങ്ങളിലായിട്ട് ഹമാസ് വിട്ടു നൽകണം. ഞങ്ങൾ അതിനോട് യോജിക്കുന്നു. ഇനി ഈ 10 ബന്ദികളെ വിട്ടു നൽകുന്ന കൂടാതെ 18 പേര് കൊല്ലപ്പെട്ടതുണ്ട്. അവരുടെ ഡെഡ് ബോഡി, മൃതശരീരങ്ങൾ കൂടി വിട്ടു നൽകണം. ഇതാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. ഞങ്ങൾ അതിനോട് യോജിക്കുന്നു. അപ്പോൾ ഹമാസാണ് ഇനി ഇതിനകത്ത് തീരുമാനം പറയേണ്ടത്. ഹമാസ് എന്ത് തീരുമാനം എടുക്കുന്നു? അപ്പം വെടിനിർത്തൽ വേണമെന്ന് ആദ്യം പറഞ്ഞത് ഹമാസ് ആയിരുന്നെങ്കിലും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്, ചർച്ച ചെയ്ത് വരികയാണെന്നാണ് ഹമാസ് പറയുന്നത്. അങ്ങനെ ചർച്ച ചെയ്ത് വരികയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറയുന്ന അവരുടെ പ്രതിരോധ മന്ത്രി പറയുന്നു, ഹമാസ് ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഹമാസിൻ്റെ സമ്പൂർണ്ണ നാശമാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും. ഏതാണ്ട് 70-80% ഗാസയുടെ ഭാഗങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലാണ്. അവശേഷിക്കുന്ന ഭാഗം കൂടി കയ്യിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം US-ൻ്റെ ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം ചർച്ചകൾ നടന്നത്. അതിനോടാണ് ബെഞ്ചമിൻ നെതന്യാഹു അനുകൂലമായി പ്രതികരിച്ചത്. എന്നിട്ട് ഈ ബന്ദികളുടെ, ഇസ്രായേലായ കുറച്ച് ബന്ദികൾ 58 പേര് ഇവരുടെ കസ്റ്റഡിയിലാണ്, അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുമായിട്ട് നെതന്യാഹു ചർച്ച നടത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്, ബന്ദികളെ വിട്ടുതരാമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കാത്തിരിക്കാമെന്ന് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാട് ബെഞ്ചമിൻ നെതന്യാഹുവും പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഇസ്രായേൽ കാറ്റ്സ് ഇവിടെ എന്ന് പറയുന്നു, ഈ നീക്കത്തോട് ഹമാസ് ഇനി യോജിക്കുമോ ഇല്ലയോ എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഹമാസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് പിടിച്ചു കൊണ്ടുപോയ 1236 പേരോളം ബന്ദികളായിട്ടുണ്ട്, അവരെ വിട്ടു നൽകണം. ഒപ്പം 150ഓളം പേർ കൊല്ലപ്പെട്ടവരുണ്ട്, അവരുടെ ഡെഡ് ബോഡിയും വിട്ടു നൽകണം. ഈ ഒരു നിലപാടാണ് ഹമാസ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഹമാസ് ഏതാണ്ട് പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഇവരോട് യോജിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഈ വെടിനിർത്തൽ കരാറിൽ അവർ ഒപ്പുവെച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നു, ഇവർ കരാറിൽ ഇടുന്നത് വരെ ഇസ്രയേൽ ഇപ്പോൾ ഗസയിൽ തുടരുന്ന ആക്രമണ പരമ്പര അല്ലെങ്കിൽ സൈനിക അറ്റാക്ക് ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം അവരൊരു തീരുമാനം പറയണമല്ലോ. മാത്രമല്ല ഞങ്ങളുടെ സൈന്യത്തെ അവിടെ വിന്യസിച്ചിരിക്കുകയാണല്ലോ, അവരുടെ സംരക്ഷണത്തിന് കര, വ്യോമ, നാവിക സേനയുടെ എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ടാവും. അപ്പോൾ ഇസ്രായേൽ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ ഹമാസ് ഒരു നിവൃത്തിയുമില്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വെസ്റ്റ് ബാങ്ക് ഒരു ജൂതരാഷ്ട്രമായി മാറുന്നു. ശരിക്കും പറയാം ഇതൊരു അധിനിവേശ വെസ്റ്റ് ബാങ്ക് എന്ന് പറയാം. ഇവിടെ ജൂതന്മാർക്ക് വേണ്ടിയിട്ട് സെറ്റിൽമെൻറ്റ് കോളനി നിർമ്മിക്കണം. അതായത് 3 പതിറ്റാണ്ടിനിടെ ഇത്തരത്തിലുള്ള ഒരു സെറ്റിൽമെൻറ്റ് കോളനി ജൂതന്മാർക്ക് വേണ്ടി നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ കുടിയേറ്റ വിപുലീകരണമാണെന്ന് പറയാം. അത് 22 സെറ്റിൽമെൻറ്റുകൾ, അതായത് ജൂത കുടിയേറ്റ ക്യാമ്പുകൾ അവിടെ നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. ഇതിന് ഇസ്രായേൽ ഗവൺമെൻറ് അനുമതി നൽകി. മാത്രമല്ല ഇവിടെ കൊണ്ട് താമസിച്ച കുറേ ആളുകളുമായി ബന്ധപ്പെട്ട് അവിടെ ചില ഔട്ട് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതും ഇവിടുത്തെ സെറ്റിൽമെൻറ്റ് കോളനിയായിട്ട് മാറുന്നു. കാരണം ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടുന്നു. അപ്പോൾ ഇസ്രായേൽ സർക്കാരിൻ്റെ അംഗീകാരം കിട്ടിയാൽ ഇതെല്ലാം തന്നെ ഒരു ജൂതരാഷ്ട്രമായി മാറുന്നു. മാത്രമല്ല നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു, ഈ ഇസ്രായേലാണ് ഇനി മധ്യസ്ഥം നിന്നുകൊണ്ട് അവർക്ക് ഫുഡ്, അതുപോലെ ആഹാരം, മരുന്നെല്ലാം കൊടുക്കുന്നത്. അതിനുവേണ്ടി ദ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന രൂപീകരിച്ചു. ഈ സന്നദ്ധ സംഘടന അമേരിക്കയുമായി സഹകരിച്ചുകൊണ്ട് അവർക്ക് ഫുഡും ബാക്കിയുള്ള സാധനങ്ങളും എത്തിക്കുന്നു. അപ്പോൾ ഹമാസ് വേലിക്ക് പുറത്തായി. കാരണം ഇവർ കൊണ്ടുവരുന്ന ഫുഡും ആഹാരവും ബാക്കി മരുന്ന്, വെള്ളം എല്ലാം ഈ ഹമാസ് തട്ടിയെടുക്കുകയും ഇത് കാശിന് മറിച്ച് വിൽക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഹമാസിന് ഇനി പണമില്ല. ഇവർ കൃത്യമായിട്ട് ദേഹപരിശോധന, സുരക്ഷാ പരിശോധന നടത്തും, ദ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഓരോ കുടുംബത്തിനും വേണ്ട ആഹാര സാധനങ്ങൾ നിശ്ചിത ദിവസത്തേക്ക്, അതുപോലെ തന്നെ ഈ കുളിക്കുന്നതിനും മറ്റും ഉപയോഗിക്കുന്ന ലോഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇതെല്ലാം തന്നെ വിതരണം ചെയ്യും. ഇത് വിതരണം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടി IDF-ൻ്റെ വലിയൊരു സന്നാഹം അടുത്തുണ്ട്. അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അവിടെ നിലയുറപ്പിക്കും. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ തുടങ്ങിയതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ സമീപത്ത്, ഇസ്രായേൽ പട്ടാള ക്യാമ്പുകൾക്ക് സമീപത്താണ്. അപ്പോൾ ഒരു കാരണവശാലും ഹമാസിന് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഹമാസ് അവിടുത്തെ പലസ്തീൻകാരോട് പറഞ്ഞു, നിങ്ങളെ ഇവിടുന്ന് പറിച്ചു നടാൻ വേണ്ടിയിട്ടുള്ള ഇസ്രായേലിൻ്റെ തന്ത്രമാണ്, നിങ്ങൾ അവരുടെ നിന്നൊന്നും മേടിക്കരുതെന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ച് അതിജീവനമാണ് വലുത്. അപ്പോൾ ഈ ജൂതരാഷ്ട്രം സ്ഥാപിക്കാനായിട്ട്, സെറ്റിൽമെൻറ്റ് കോളനി സ്ഥാപിക്കാനായിട്ട് ഇസ്രായേൽ ഒരുങ്ങി പുറപ്പെടുമ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതമുണ്ടെങ്കിൽ
സുരക്ഷിതത്വം കിട്ടുമെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ ജനത ഇവരുടെ കൂടെ പോകും. അത് വലിയൊരു മാറ്റത്തിനായിരിക്കും തുടക്കം കുറിക്കുക. അപ്പോൾ 30 വർഷത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു വിപുലമായ ജൂത കുടിയേറ്റം ഈ വെസ്റ്റ് ബാങ്കിൽ നടക്കാൻ പോകുന്നു. ലോക രാജ്യങ്ങൾ അതൊക്കെ വളരെ ഗൗരവത്തോടെ കാണുന്നു. അപ്പോഴാണ് ഫ്രഞ്ച് ഭരണാധികാരിയായ ഇമ്മാനുവൽ മാക്രോൺ പറയുന്നു, അവിടെ മനുഷ്യത്വരഹിതമായ നടപടികൾ നിലപാടുകളൊക്കെ സ്വീകരിക്കുകയാണ്, അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വളരെ മോശമായിപ്പോയി, ഞങ്ങൾ ഇതിനെ ശക്തമായിട്ട് അപലപിക്കുന്നു, അങ്ങനെയൊന്നും ചെയ്യരുത്, കാരണം ഈ പറയുന്ന ഹമാസിൻ്റെ ക്രൂരതയെ കൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തുകയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ 22 ജൂത സമുദായത്തിൻ്റെ സെറ്റിൽമെൻറ്റ് കോളനി വരിക എന്ന് പറഞ്ഞാൽ ഇസ്രായേലുകാർക്ക് വലിയ സന്തോഷമാകും കിട്ടുക. തീർച്ചയായിട്ടും ഇസ്രായേൽ ജനത എപ്പോഴും ഒറ്റപ്പെട്ട് ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വിഭാഗമാണ് ഈ ജൂതന്മാർ എന്ന് പറയുന്നത്. അവരെ ഒരു രാജ്യവും അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ഇന്ത്യ മാത്രമാണ് അവരെ ചേർത്ത് പിടിക്കുന്നതും ഇന്ത്യയാണ് എപ്പോഴും അവരോടൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയോട് അവർക്കൊരു പ്രത്യേക സ്നേഹം കൂടിയുണ്ട്. പക്ഷേ തങ്ങളുടെ ജനതയെ തൊടുമ്പോൾ ഇസ്രായേൽ സർക്കാർ കാണിക്കുന്ന ഒരു കരുത്തുണ്ട്, ഒരു ചേർത്ത് പിടിക്കലുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഹമാസൊക്കെ ഇപ്പോൾ സിനിജി സൂചിപ്പിച്ചതുപോലെ വേലിക്ക് പുറത്താണ്. ഇനി ഹമാസിന് ജൂതരാഷ്ട്രത്തിലേക്ക് കയറുമ്പോൾ ഇനി എല്ലാം മറന്ന് ജൂതന്മാരാവുമെന്നുള്ളത് നോക്കി കണ്ടാൽ മതി. കാരണം ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക വരെ ഹമാസുമായി ചർച്ചകൾ നടത്തി, അല്ലെങ്കിൽ ഹൂത്തികളുമായി ചർച്ചകൾ നടത്തി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഇസ്രായേൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പുതിയ ജൂതരാഷ്ട്രം വരും എന്ന് പറയുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം, ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഹമാസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നേതാവിനെ പോലും ഇസ്രായേൽ തീർത്ത് കെട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയ സംഭവമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ സൗദിയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫാർബൻ ഇപ്പോൾ ഈ പറയുന്ന ജൂത സെറ്റിൽമെൻറ്റ് കോളനി സന്ദർശിക്കാനായിട്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ ഈ ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. സൗദിയിലെ ഒരു വിദേശകാര്യമന്ത്രി ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സന്ദർശനത്തിന് പോകുന്നത്. അപ്പോൾ സൗദി പോലും ഇസ്രായേലിൻ്റെ നടപടികളെ ഏതാണ്ട് അംഗീകരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പം ഇതിനിടയ്ക്ക് UN ചില നിലപാടുകളായിട്ട് വരുന്നു. കാരണം ഇവർ ദ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഒക്കെ രൂപീകരിച്ച് ശരിയല്ല, അവിടെ ഭയങ്കര മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു, അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികളെ പട്ടിണിക്കിട്ട് കൊല്ലാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ UN നിലപാട് എല്ലായ്പ്പോഴും ഈ ഹമാസിനെ പരസ്യമായിട്ട് രഹസ്യമായിട്ടും ഒക്കെ പിന്തുണയ്ക്കുന്ന നിലപാടാണ്. പക്ഷേ ഇവർ പറയുന്നു, ഞങ്ങൾ അതിനോടൊന്നും ഒരു യോജിപ്പില്ല, കഴിഞ്ഞ 3 മാസമായിട്ട് അവിടേക്കുള്ള ഭക്ഷണ വിതരണം എല്ലാം നിർത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ അന്താരാഷ്ട്ര സമ്മർദ്ദം കൂടി വന്നപ്പോൾ ശരി, അങ്ങോട്ടേക്ക് ഭക്ഷണം കൊടുക്കാം, മരുന്ന് കൊടുക്കാം, ഇതെല്ലാം കൊടുക്കാം. പക്ഷേ അതെല്ലാം ചെയ്യുന്നത് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന വഴിയാണ്. അപ്പോൾ ഇത്രയും കാലം ഹമാസ് സാധനങ്ങൾ മറിച്ച് വിറ്റുകൊണ്ട് വലിയ തോതിൽ പണം സമ്പാദിച്ചിരുന്നുവെങ്കിൽ ഇനി അത്തരത്തിലുള്ള പണം സമ്പാദിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലാദ്യമായി ഹമാസ് പൊളിഞ്ഞ് പാപ്പരായി മാറിയിരിക്കുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക സഹായം കിട്ടുന്നില്ല, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സഹായം കിട്ടുന്നില്ല, അപ്പോൾ അമേരിക്കയും പിന്തുണയ്ക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഹമാസിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇസ്രായേൽ നിലപാട് വ്യക്തമാണ്. ഒന്നുകിൽ ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക, അല്ലെങ്കിൽ അവർ കീഴടങ്ങുക. ഇത് മാത്രമുള്ള ഓപ്ഷൻ. അങ്ങനെ ഒരു ഓപ്ഷന് ഇവർ സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. അതിനിടയിലാണ് ഇവർ ജൂതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ ഇവരുടെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഞങ്ങൾ അത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റ് കോളനി നിർമ്മിക്കാൻ തീരുമാനിച്ചു, അതിന് ഇസ്രായേൽ ഗവൺമെൻറ്റിന് അംഗീകാരം ലഭിച്ചു. മാത്രമല്ല ഇപ്പോൾ അവിടുത്തെ ആശുപത്രികളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കാനായിട്ട് ഇസ്രായേൽ തീരുമാനിക്കുകയാണ്. അതായത് വടക്കൻ ഗാസയിലെ അവസാനത്തെ ആശുപത്രി ഇപ്പോൾ ഒഴിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജബാലിയയിലെ അൽ ഔദ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് ഒഴിപ്പിച്ചത്. അവിടുത്തെ രോഗികളെയൊക്കെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. ഗസ സിറ്റിയിലെ അൽ ഷിഫ ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയത്. പക്ഷേ ഈ പോകുന്ന വഴിയെല്ലാം റോഡ് കംപ്ലീറ്റ് താർന്നിരിക്കുക. കാരണം ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും ഒക്കെ അറ്റാക്കിൽ ഗതാഗത മാർഗ്ഗങ്ങളെല്ലാം തടസ്സപ്പെട്ടു. അതുകൊണ്ട് തന്നെ രോഗികളെ മാറ്റി എന്നതിനപ്പുറത്തേക്ക് ആശുപത്രി ഉപകരണങ്ങൾ, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, മറ്റുള്ള സാധനങ്ങളൊന്നും തന്നെ ഈ അൽ ഔദ ഹോസ്പിറ്റലിൽ നിന്ന് അൽ ഷിഫ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇനി അവിടെ ആരോഗ്യ മേഖല കടുത്ത പ്രതിസന്ധി നേരിടും. അപ്പം ഇപ്പോൾ ഹമാസ് പറയുന്നത് ഈ ചെയ്യുന്നതൊക്കെ തന്നെ ഇസ്രയേൽ അത് പൂർണ്ണമായിട്ടും അവിടുത്തെ ജനങ്ങളെ, അതായത് പലസ്തീൻകാരെ കുടിയിറക്കാനുള്ള നടപടികൾ തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആശുപത്രികളൊക്കെ ഒഴിപ്പിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. കാരണം ഹമാസ് വീണ്ടും ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ അവരുടെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ, ആശുപത്രികൾക്ക് നേരെ, സ്കൂളുകൾക്ക് നേരെ, കാരണം അവിടത്തേക്ക് ആളുകൾ താമസിക്കുന്ന ടെൻറ്റുകളാണ്, അവർക്കൊക്കെ നേരെ ആക്രമണം നടത്തി. ഏതാണ്ട് 1000-ഓളം പേര് 48 മണിക്കൂറിനുള്ളിൽ തന്നെ കൊല്ലപ്പെട്ടു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും 23 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്ന പലസ്തീനിൽ പകുതിയോളം പേർ അഭയാർത്ഥികളായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി. അവശേഷിക്കുന്ന ആളുകൾക്ക് അതിജീവനത്തിന് ഈ ഇസ്രായേലിൻ്റെ സഹായം വേണം. മരുന്ന്,
ഭക്ഷണം, വെള്ളം എല്ലാം വേണം. അപ്പോൾ ആരാണോ അവരെ സഹായിക്കുന്നത് അവരുടെ കൂടെ നിൽക്കും. അപ്പോൾ എല്ലായ്പ്പോഴും UN-ഉം അറബ് രാജ്യങ്ങളും നൽകുന്ന സഹായങ്ങൾ ഈ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് ഈ ഹമാസുകാർ തട്ടിയെടുക്കുകയും അത് ഇവർക്ക് പലസ്തീൻകാർക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പം ഞങ്ങൾക്ക് തരുന്നത് ഹമാസുകാരാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മാനുഷികമായൊരു പിന്തുണ ഇവർക്ക് ലഭിക്കുന്നത്. ഇനി അത് വേണ്ട, ഇനി ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ മാത്രം ഇതിൻ്റെ വിതരണം മതി. കൃത്യമായ സുരക്ഷാ പരിശോധനയുണ്ട്, മാത്രമല്ല ആർമി ക്യാമ്പുകളുടെ ഒരു സംരക്ഷണമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു ക്യാമ്പിലേക്ക് ഇടിച്ചു കയറാനായിട്ട് അവിടുത്തെ ജനങ്ങൾ ശ്രമിക്കുകയും ഭക്ഷണപ്പൊതികൾ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവിടെ വന്നിട്ട് ആകാശത്തേക്ക് വെടിയുതിർത്തു. അതോടെ ജനം ചിന്നിച്ചിതറി. അപ്പോൾ ഹമാസിൻ്റെ തന്ത്രങ്ങളൊന്നും ഇനി നടക്കില്ല, ചിതറി പാളിസായി പോവുകയാണ്. ഇതിനിടയ്ക്ക് മറ്റൊരു നീക്കം നടക്കുന്നത്, ഇറാനിലേക്ക് ഒരു പക്ഷേ ഈ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തും. കാരണം ഇറാനുമായിട്ട് അമേരിക്ക ആണവ നിരായുധീകരണ കരാർ ഒപ്പിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപ് പറയുന്നുണ്ട് നിങ്ങൾ ഈ കരാറിൽ ഒപ്പിടണമെന്ന്. അപ്പോൾ പെസഷ്കിയാനുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടന്നപ്പോൾ സൗദിയിലെ രാജകുമാരൻ, അതായത് സൗദിയുടെ കിങ്, അദ്ദേഹത്തിൻ്റെ മകനെ തന്നെ ടെഹ്റാനിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് പറയുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ട്രംപുമായിട്ട് കരാറിൽ ഒപ്പിടണം. കാരണം ട്രംപിൻ്റെ സ്വഭാവം വിശ്വസിക്കാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും അയാളുടെ സ്വഭാവം മാറാം. അങ്ങനെ മാറിയാൽ ഇസ്രായേൽ കയറി നിങ്ങളെ ആക്രമിക്കും. അമേരിക്ക പോലും അറിയത്തില്ല, കാരണം ഈ ആണവ നിരായുധീകരണത്തിൽ ഇവർ ഒപ്പിട്ടില്ല. ഉടനെ ഈ ഇറാന് നേരെ ആക്രമണം നടത്തുന്ന ആരാ? ഇസ്രായേൽ. കാരണം ട്രംപ് നെതന്യാഹു ഒന്നും വേറെ വെട്ടി നിൽക്കുകയാണല്ലോ. ആ സമയത്ത് ഈ നെതന്യാഹു കയറി അടിക്കും. അപ്പോൾ അത്തരത്തിലുള്ള അറ്റാക്ക് നടത്തണം. അപ്പോൾ സൗദി രാജാവ് തന്നെ നേരിട്ട് ഇടപെട്ട് ഇസ്രായേലിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ പെസഷ്കിയാൻ എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും ഹമാസ് ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അന്തിമ തീരുമാനം മിക്കവാറും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാകും. എന്ത് തീരുമാനം ഉണ്ടായാലും ജൂത സെറ്റിൽമെൻറ്റ് കോളനിയുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ 30 വർഷത്തിന് ശേഷം ഏറ്റവും വിപുലമായ ജൂത സെറ്റിൽമെൻറ്റ് കോളനി അധിനിവേശ ഈ വെസ്റ്റ് ബാങ്കിൽ സ്ഥാപിക്കാൻ പോവുകയാണ്. വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ പറയുന്ന ഇസ്രായേലികൾക്ക്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അതിനെ കരുതണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.